എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പൊന്നുവാത്തരാസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം മുന്നേ ഉള്ള റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് വരാം. എങ്ങനെ നമ്മുടെ സ്കിൻ ടൈപ്പ് തിരിച്ചറിയാം, സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമ്മുടെ സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പം ഞാനിതൊരു 4-5 സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എങ്ങനെ നമ്മുടെ സ്കിൻ ടൈപ്പ് തിരിച്ചറിയാം, ഹൗ ടു നോ ആ സ്കിൻ ടൈപ്പ്. സെക്കൻഡ് വൺ ഇസ് തിങ്സ് ടു ഡു, എന്തൊക്കെ കാര്യങ്ങളാണ് നല്ലൊരു സ്കിന്ന് ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്, കഴിക്കേണ്ട ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ തേർഡ് വൺ ഇസ് തിങ്സ് ടു അവോയ്ഡ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്, ഒരു കാരണവശാലും നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ്. സ്കിൻ ടൈപ്പിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ ആദ്യം തന്നെ. ആ ഡിവൈഡ് ചെയ്തത് ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ച് എങ്ങനെയൊക്കെ കാര്യങ്ങളാണ് കെയർ ചെയ്യേണ്ടത്, അതിന് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങളും അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അല്ലേ. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം എന്താണ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഇതെല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അതൊക്കെ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇത് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവണം എന്ന് വിചാരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു 6 സ്കിൻ ടൈപ്പ് ആയിട്ടാണ്. 6 സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്, ഒന്ന് ഓയിലി സ്കിൻ, രണ്ടാമത്തത് ഡ്രൈ സ്കിൻ, മൂന്നാമത്തത് നോർമൽ സ്കിൻ, നാലാമത്തത് കോമ്പിനേഷൻ സ്കിൻ, അഞ്ചാമത്തത് സെൻസിറ്റീവ് സ്കിൻ, ദെൻ ആറാമത്തത് പോസ് സ്കിൻ. അങ്ങനെ പോസ് ഒക്കെ ഉള്ള സ്കിൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ ഈ 6 സ്കിൻ ടൈപ്പ് എന്താണ്, ഈ 6 സ്കിൻ ടൈപ്പിന്റെ സ്കിൻ കെയർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. സ്കിൻ കെയർ റൂട്ടീനിലോട്ട് വരാം. അതിൽ ഫസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത് ഓയിലി സ്കിൻ കെയർ റൂട്ടീനാണ്. ഓയിലി സ്കിൻ കെയർ റൂട്ടീനെ പറ്റി പറയുവാണെങ്കിൽ, ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേസ് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ക്ലെൻസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീനിലൊക്കെ കേൾക്കാറില്ലേ, സ്റ്റെപ്സ്, ക്ലെൻസിങ്, ടോണിങ്, അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് എന്നൊക്കെ. അപ്പൊ അതുപോലെ ഞാൻ നിങ്ങൾക്ക് ഒരു റൂട്ടീൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് 4-5 നേരമെങ്കിലും മുഖം നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. പച്ചവെള്ളത്തിൽ ചുമ്മാ കഴുകിയാൽ മതി. അതുപോലെ തന്നെ രാവിലെയും രാത്രിയും, കിടക്കുന്നതിനും ഉറങ്ങുന്നതിന് മുന്നേയും രാവിലെ എഴുന്നേറ്റ ഉടനെയും നിങ്ങൾ നിർബന്ധമായിട്ടും ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്യുക എന്ന് പറയുന്നത്, നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നാച്ചുറൽ ഫേസ് വാഷ് ഉണ്ട്. ഞാൻ ഓൾറെഡി ഒരു ബാത്ത് പൗഡറിന്റെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അപ്പൊ അത് വളരെ നല്ലതാണ്, ഉപയോഗിച്ചവർക്ക് നല്ല റിസൾട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഓയിലി സ്കിന്നുകാർ കുറച്ച് ഓട്സും കൂടെ ചേർക്കാം. ഓട്സ് നമ്മൾ എടുക്കുന്ന ആ സാധനങ്ങളില്ലേ, ഇപ്പൊ ഞാൻ അതിൽ പറഞ്ഞിരുന്നത് ചെറുപയർ, ഉഴുന്ന്, ഉലുവ, അത്രയും സാധനങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ അവോയ്ഡ് ചെയ്യാം. ഉലുവ ഒരു നാച്ചുറലി ഒരു നല്ല മോയ്സ്ചറൈസർ ഒക്കെയാണ് കേട്ടോ, ക്ലെൻസർ ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമൊന്നുമില്ല. അതിന്റെ കൂടെ എന്താ വെച്ചാൽ കുറച്ച് ഓട്സും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഈക്വലി എടുത്ത് പൊടിച്ച് വെച്ചിട്ട് അത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കുക കേട്ടോ. ഫൈൻ പൗഡറായിട്ട് പൊടിക്കാൻ വെച്ചാൽ മിക്സിയുടെ ജാറിനകത്ത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുത്താൽ മതി. എന്നിട്ട് അങ്ങനെ നിങ്ങൾ പൊടിച്ചതിന് ശേഷം അത് നിങ്ങൾക്ക് ഒരു ഫേസ് വാഷിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ഭയങ്കരമായിട്ട് ഈ പിമ്പിൾസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെഡിക്കേറ്റഡ് ഫേസ് വാഷ് ഉപയോഗിക്കാം. അതിപ്പോൾ സെറ്റഫിൽ നല്ലൊരു ക്ലെൻസർ ആണ് കേട്ടോ. അത് ഞാനിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കണം എന്നല്ല, എന്നാലും അത് നല്ലൊരു എന്താ പറയുന്നത് ക്ലെൻസർ തന്നെയാണ്. അതിലെന്ന് വെച്ചാൽ സോപ്പ് ബേസ് ഒന്നുമില്ല. അപ്പൊ അത് കാരണം തന്നെ അധികം പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാച്ചുറൽ, ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാൻ നാച്ചുറലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക്, ബാത്ത് പൗഡർ ഞാൻ പറഞ്ഞു, ആ ഫേസ് വാഷ് നിങ്ങൾക്ക് അത് ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ എന്തെങ്കിലും ഒരു കടലപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഓട്സ് പൊടിയോ എന്തെങ്കിലും പൊടിച്ചു വെച്ചിട്ട് അത് ഫൈനാക്കി പൊടിച്ചിട്ട് അത് ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കാം. നന്നായിട്ട് നിങ്ങളുടെ ഫേസ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ടോണർ ഉപയോഗിക്കാം. ഈ ടോണറിന്റെ സ്റ്റെപ്പ് അത്ര കമ്പൽസറി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, എന്നാലും റോസ് വാട്ടർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. റോസ് വാട്ടർ എല്ലാ സ്കിൻ ടൈപ്പിനും ടോണർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഉലുവയുടെ വെള്ളം റോസ് വാട്ടറും കൂടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണിച്ചിരുന്നു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉലുവയുടെ വെള്ളം വളരെ ലൈറ്റ് ആയിട്ട് ചെയ്തിട്ട് അത് റോസ് വാട്ടറിന് പകരമായിട്ട് അതും ടോണറായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ടോണർ എന്ന് പറയുന്ന എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാം കേട്ടോ. ഇന്നൊന്നുമില്ല, എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ടോണറായിട്ട് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്കൊരു മോയ്സ്ചറൈസറിന് ആവശ്യം വരുന്നില്ല, നിങ്ങളുടെ സ്കിൻ എപ്പോഴും തന്നെ ആ ഒരു
നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുക. അപ്പോൾ അതിന്റെ ആവശ്യമില്ലെങ്കിൽ അത്ര നിർബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ജെല്ലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കാം. അപ്പോൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കണം നിർബന്ധമുള്ളവർ അലോവേര ജെല്ല് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കാം. നല്ലൊരു മോയ്സ്ചറൈസർ ആണ്, എസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർക്ക്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓയിലി ആക്കില്ല, ക്രീം ബേസ് അല്ല. അപ്പോൾ അത് കാരണം തന്നെ നിങ്ങൾക്ക് വല്ലാണ്ട് അങ്ങ് ഒലിച്ചിറങ്ങുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വേണമെങ്കിൽ നിങ്ങൾ ഫേസ് ഒക്കെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു അലോവേര ജെല്ല് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോഴാണെങ്കിലും അത് തന്നെ മതിയാവും. വേറെ പിന്നെ പൗഡറിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഇനി പൗഡർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോമ്പാക്ട് പൗഡർ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ ഡെയിലി നമ്മൾ ഇങ്ങനത്തെ എന്താ പറയുന്നത് ഈ പൗഡറും കാര്യങ്ങളൊക്കെ സ്കിന്നിന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പൊ ഇത്രയും മതി നിങ്ങളുടെ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അറിയേണ്ടത് ഫേസ് പാക്ക് എപ്പോൾ ഉപയോഗിക്കാം, ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഫേസ് പാക്കുകൾ നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ ഏത് ഫേസ് പാക്കും ഉപയോഗിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന ഈ ഒരു ക്ലെൻസിങ്ങിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഫേസ് വാഷ് പൗഡർ തന്നെ നിങ്ങൾക്ക് ഒരു പാക്കായിട്ട് ഉപയോഗിക്കാം. പാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിന് പറ്റിയത്. അപ്പോൾ ഈ തൈര്, പാല് ഇതൊന്നും നമ്മുടെ ഓയിലി സ്കിന്നുകാർക്ക് പറ്റില്ല. ഇപ്പൊ തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിക്കാത്ത തൈരില്ലേ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ പുളിക്കാത്ത തൈര്, കട്ട തൈരില്ലേ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ചിലർക്ക് അതും പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒന്നുകിൽ കുക്കുംബർ ജ്യൂസ്, അല്ലെങ്കിൽ പൊട്ടറ്റോ ജ്യൂസ്, അല്ലെങ്കിൽ തക്കാളിയുടെ നീര്, ഇത് ഏതെങ്കിലും ഒരു നീരിൽ ഈ പറഞ്ഞ പൊടിയില്ലേ, ഞാൻ ഈ പറഞ്ഞ പൗഡർ നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് പാക്ക് ആക്കിയിട്ട് ഉപയോഗിക്കാം. ആഴ്ചയിൽ ഒരു 2-3 തവണ, മാക്സിമം 3 തവണ, അത്രയ്ക്ക് മതി നമുക്ക് ശരീരത്തിൽ പാക്ക് ഇടുന്നത്. പക്ഷെ നിങ്ങളുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡൾ സ്കിന്നാണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റൂട്ടീൻ ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് തേക്കുക. ഒരു 7 ദിവസം 21 ദിവസമൊക്കെ അടുപ്പിച്ച് തേച്ചതിന് ശേഷം മെയിൻ്റനൻസ് എന്നുള്ള രീതിയിൽ നമുക്കൊരു 2-3 ദിവസമൊക്കെ പാക്ക് ഉപയോഗിക്കാം കേട്ടോ. അത്രയ്ക്ക് മതി നമ്മുടെ സ്കിന്നിന്. ഓക്കെ, ദെൻ പാക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയേണ്ടത് സ്ക്രബിംഗ് ആണ്. സ്ക്രബിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, എല്ലാ സ്കിൻ ടൈപ്പിനും ചെയ്യാൻ പറ്റിയ സ്ക്രബിംഗ് ആണ് ഓട്സ് എന്ന് പറയുന്നത്. ഓട്സ് നിങ്ങൾ കുറച്ച് അത്ര ഫൈനായിട്ട് പൊടിക്കാതെ കുറച്ച് തരിതരിയായിട്ട് പൊടിച്ചു വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നവര അരി വളരെ നല്ലൊരു സ്ക്രബാണ്. പക്ഷെ പൊടിക്കുന്ന സമയത്ത് മിക്സിയിലൊക്കെ ഇട്ട് പൊടിക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ടായിരിക്കും കിട്ടുക. അതൊക്കെ അരിപ്പ് വെച്ച് കുറച്ച് ഫൈൻ പൗഡർ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമാണ്, ഭയങ്കരമായിട്ട് ഹാർഡൊക്കെ ആയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ഓട്സോ അല്ലെങ്കിൽ നവരയുടെ പൊടിയോ ഒക്കെ ഒന്ന് സ്ക്രബിന് പകരമായിട്ട് ഉപയോഗിക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും ആവശ്യമില്ല. ഈ സ്ക്രബിന്റെ കൂടെ തൈരോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി. അല്ലാന്നിട്ട് റോസ് വാട്ടറിൽ അപ്ലൈ ചെയ്യാം. അതല്ലേ നമ്മൾ അരി കഴുകുന്ന വെള്ളമില്ലേ, അരി കഴുകുന്ന വെള്ളം ഉപയോഗിക്കാം. അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. ചോറ് വെക്കുന്ന കഞ്ഞിവെള്ളം ഇല്ലേ, ആ കഞ്ഞിവെള്ളത്തിൽ സ്ക്രബ് വേണമെങ്കിൽ അത് ഈ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ തേക്കാം കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് സ്ക്രബിങ്ങിന്റെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ കുരുക്കളുള്ളവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീ സോണിൽ മാത്രമായിട്ട് സ്ക്രബ് ചെയ്യുക. അതായത് മൂക്കിന്റെ ഈ ഭാഗത്ത്, താടിയുടെ ഈ ഭാഗത്ത്, നെറ്റിയുടെ ഈ ഭാഗത്ത്, പിന്നെ ഈ ചീക്സിൽ 2 സൈഡിലായിരിക്കും പിമ്പിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് അമർത്തിയിട്ട് സ്ക്രബ് ചെയ്യാതിരിക്കുക. പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പാക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അത്രയും മതിയാവും കേട്ടോ ഓയിലി സ്കിന്നുകാരുടെ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഓയിലി സ്കിന്നുകാരുടെ ഒരു കെയർ. ഇതൊരു റൂട്ടീനായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫേസ് വാഷ് ചെയ്യുക, നന്നായിട്ട് എന്തെങ്കിലും മോയ്സ്ചറൈസറിന് പകരമായിട്ട് അലോവേര ജെൽ ഉപയോഗിക്കുക, ഒരു ടോണർ ഉപയോഗിക്കുക. ഇത്രയും നമുക്ക് ഡെയിലി ബേസിൽ ആവശ്യമുള്ളൂ. പിന്നെ രാത്രി നിങ്ങൾക്ക് അങ്ങനെ സ്ഥിരമായിട്ടൊരു നൈറ്റ് ക്രീം ഒക്കെ വേണമെന്നുള്ളവർക്ക് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള അലോവേര ജെൽ തന്നെ മതിയാവും. ഞാൻ എപ്പോഴും രാത്രി ഒന്നും ഫ്രീ ആയിട്ട് കിടന്നുറങ്ങുന്നതാണ് നല്ലതെന്നാട്ടോ ഞാൻ എപ്പോഴും പറയും. നമ്മുടെ സ്കിന്നിൽ എപ്പോഴും റിപ്പയറിങ് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ വെറുതെ കെമിക്കൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വളരെ സ്കിന്നിനെ നമ്മൾ കുറച്ചു നേരം ശ്വസിക്കാൻ വിടുക. എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു, ആ ക്രീം അപ്ലൈ ചെയ്തു, ഈ ക്രീം അപ്ലൈ ചെയ്തു, എല്ലാ ക്രീമും ഇങ്ങനെ എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. സ്കിന്നിനെ വെറുതെ അങ്ങ് ശ്വസിക്കാനായിട്ട് വിടുക. അപ്പൊ അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്ന നല്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേരയുടെ ജെൽ ഉപയോഗിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്ക്രബിങ്ങും പാക്കിങ്ങും എത്ര ദിവസം ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇതാണ് ഓയിലി സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡ്രൈ സ്കിൻ ആണ്. ഡ്രൈ സ്കിന്നുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന് എപ്പോഴും ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറുക്കുന്നത് പോലെ എപ്പോഴും പെട്ടെന്ന് ഏജ് തോന്നുന്ന ഒരു സ്കിൻ ടൈപ്പാണ് കേട്ടോ ഡ്രൈ സ്കിന്നുകാർ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും നല്ലോണം വെള്ളം കുടിക്കുക. പിന്നെ കുരുക്കളുടെ ഇഷ്യൂ അങ്ങനത്തെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഒരു സ്പൂൺ നെയ്യ് വെറും വയറ്റിൽ കഴിക്കണം, നല്ലതാണ് കേട്ടോ. വേറെ ഈ പറഞ്ഞ മാതിരി കൊളസ്ട്രോൾ ഇഷ്യൂ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കേട്ടോ കുറച്ച് ദിവസം അടുപ്പിച്ച് കഴിച്ചു നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ സ്കിന്നിന്റെ പുറത്ത് എന്ത് ലേപനങ്ങൾ പുരട്ടുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ ഫുഡിലൂടെ അത് സപ്ലിമെന്റ് എടുക്കുന്നത് കേട്ടോ.
അപ്പോൾ അതുവഴി നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആൻഡ് ഗ്ലോ ആയിട്ട് വരും. അപ്പോൾ അത്ര എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു സ്പൂൺ നെയ്യ് കഴിക്കണം നല്ലതാണ് കേട്ടോ. പിന്നെ ദിവസവും തേച്ച് കുളിക്കുക. പിന്നെ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് ഒരു മിറാക്കിളായിട്ടുള്ള ഒരു സാധനമാണ് തേങ്ങാപ്പാൽ. നമുക്ക് വലിയ പൈസ ചിലവും ഇല്ല. ദിവസവും വീട്ടിൽ തേങ്ങ ചിലവുന്ന ആൾക്കാരല്ലേ നമ്മൾ കേരളീയർ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മതി, അതിനായിട്ട് ഒരുപാടൊന്നും എടുത്ത് കളയൊന്നും വേണ്ട. കുറച്ച് തേങ്ങ എടുത്തിട്ട് അതൊന്നും ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് അതെടുത്ത് ജസ്റ്റ് മുഖത്തിനും കഴുത്തിനും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തിടുക. എന്നിട്ട് ആ തേങ്ങ നിങ്ങൾ കളയണ്ട, അത് നിങ്ങൾക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഫസ്റ്റ് പാലൊന്ന് കുറച്ചെടുക്കണല്ലേ ഉള്ളൂ. അപ്പോൾ ആ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി, ഒരുപാട് ഒലിപ്പിച്ച് തേക്കൊന്നും വേണ്ട. അപ്പോൾ മുഖത്തും കഴുത്തൊക്കെ ദിവസവും അതിട്ട് കുളിക്കണം, നല്ലതാണ്. മോയ്സ്ചറൈസറിന് പകരമായിട്ടാണ് കേട്ടോ അത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീൻ? രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ ഒരു സ്പൂൺ നെയ്യ് കഴിക്കുന്നു, എക്സ്ട്രീം ഡ്രൈ സ്കിന്നർ ആണെങ്കിൽ മാത്രം കേട്ടോ അത് കഴിക്കണു. പിന്നെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാവുന്നതാണ്. ക്ലെൻസ് ചെയ്യുന്നത് സമയത്ത് ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കടയിൽ പോകുന്ന ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വാങ്ങുന്നത് അത് ഉപയോഗിക്കുന്നു. അങ്ങനെയല്ല, സോപ്പ് ഫോം കുറഞ്ഞിട്ടുള്ള അധികം ഇങ്ങനെ പത പോലെയുള്ള സോപ്പുകൾ ഉണ്ടാവില്ലേ, സോപ്പ് ആയിക്കോട്ടെ ഫേസ് വാഷ് ആയിക്കോട്ടെ, അങ്ങനത്തെ നിങ്ങൾ അധികം ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ വീണ്ടും ഡ്രൈ ആവുകയാണ് ചെയ്യുക. അപ്പോൾ അതിലും നല്ലത് ആ സോപ്പ് ബേസ് കുറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഫേസ് വാഷ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ നേരത്തെ ഓയിലി സ്കിന്നറോട് പറഞ്ഞിരുന്നു സെറ്റഫിൽ. അത് എല്ലാവർക്കും തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലെൻസർ ആണ് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ബ്രാൻഡ് ഉപയോഗിക്കാം. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ബാത്ത് പൗഡറാണ്. അത് നിങ്ങൾക്ക് നല്ലൊരു ഫേസ് വാഷ് പൗഡർ കൂടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ച് വെച്ചിട്ട് അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. അല്ല ചെറുപയർ പൊടി, ഓട്സ് പൊടിയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓട്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നല്ല റോ മിൽക്ക് പച്ചപ്പാലിൽ വേണമെങ്കിൽ അങ്ങനെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പച്ചപ്പാലും കുറച്ച് ഓട്സും കൂടി എടുത്ത് അങ്ങ് ക്ലെൻസ് ചെയ്യാൻ വേണമെങ്കിൽ നല്ലതാണ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ മാതിരി പപ്പായൊക്കെ വീട്ടിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പപ്പായ പച്ചപ്പാലിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ തേക്കാം. നല്ലൊരു ക്ലെൻസറാണ്. അതുപോലെ തന്നെ ഉലുവ നല്ലൊരു ക്ലെൻസറാണ്. അപ്പം ഞാൻ ഈ ബാത്ത് പൗഡർ പറയാനുള്ള കാരണം വെച്ചാൽ അതിൽ നമ്മളെല്ലാം നല്ല സാധനങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ചെറുപയർ ആയിക്കോട്ടെ, ഉഴുന്നായിക്കോട്ടെ, ഉലുവ ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അപ്പോൾ ആ ബാത്ത് പൗഡർ നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഫേസ് വാഷിന് വേണ്ടി തപ്പി പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടോണർ അപ്ലൈ ചെയ്യാന്നുള്ള. അപ്പോൾ ആ ടോണറിന് നമുക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഉലുവയും റോസും കൂടെ നമുക്ക് വീട്ടിൽ തിളപ്പിച്ചിട്ട് അത് റോസ് വാട്ടറായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ആ ടോണർ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് റോസ് വാട്ടർ. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആണ് കേട്ടോ. ആ റോസ് വാട്ടർ നിങ്ങൾ ഉപയോഗിക്കുക ടോണറായിട്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഒരു മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ സ്കിൻ വീണ്ടും ഡ്രൈ ആക്കില്ല. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസറിന്റെ പേര്, ഞാനിപ്പം മോയ്സ്ചറൈസറിന്റെ ബ്രാൻഡും പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മോയ്സ്ചറൈസർ സ്ഥിരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചാൽ മതി. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നാച്ചുറലി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, തേങ്ങാപ്പാൽ അടിപൊളിയാണ്, കിടിലനാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. കുറച്ച് തേങ്ങാപ്പാലെടുത്ത് നന്നായിട്ടൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുക. കുറച്ച് സമയം കഴിഞ്ഞ് പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ചൂടുവെള്ളം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നില്ല, എന്നാലും പച്ചവെള്ളത്തിൽ കഴുകിയാൽ മതി. പച്ചവെള്ളത്തിൽ കഴുകി നന്നായിട്ട് കഴുകുമ്പോൾ തന്നെ അതിൻ്റെ ഓയിൽ കണ്ടൻ്റൊക്കെ പോകും. നല്ല സ്കിൻ നല്ല സപ്ലൈ ജെന്റിലായി നല്ല ക്യൂട്ടായി നല്ല ഭംഗിയായിട്ട് നല്ല ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ. അടിപൊളി മോയ്സ്ചറൈസറാണ് തേങ്ങാപ്പാൽ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് സ്ക്രബിങ്ങിനെ കുറിച്ചും പാക്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെയാണ് അറിയേണ്ടത്. നിങ്ങൾ പാക്ക് ഇടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ബാത്ത് പൗഡർ നമ്മൾ പൊടിച്ച് തന്നെ നമുക്ക് പാക്കായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് തൈരിൻ്റെ കൂടെ ഉപയോഗിക്കാം, പാലിൻ്റെ കൂടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുക്കുംബർ പൊട്ടറ്റോ ഇങ്ങനത്തെയൊക്കെ ജ്യൂസിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ചാൽ എപ്പോഴും ഒന്നെങ്കിൽ കുറച്ച് സാധാരണ ഓയിൽ കുറച്ച് 1-2 ഡ്രോപ്പ് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കിനെ ഒരുപാട് ഡ്രൈ ആക്കില്ല, സ്കിന്നും ഡ്രൈ ആവില്ല. പിന്നെ ഡ്രൈ സ്കിന്നുകാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പാക്ക് ഇടുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വലിച്ചു മുറുകി വരുന്നവരെയും നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. കുറച്ചൊന്ന് ഉണങ്ങി വരുന്ന സ്റ്റേജിൽ നമ്മൾ നന്നായിട്ട് വാഷ് ഓഫ് ചെയ്യാന്നുള്ളത്. ആഴ്ചയിൽ 2-3 ദിവസം നിങ്ങൾക്ക് പാക്ക് ഉപയോഗിക്കാം. ആഴ്ചയിൽ 1 ദിവസം നിങ്ങൾക്ക് സ്ക്രബ് ഉപയോഗിക്കാം. സ്ക്രബ് ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് അങ്ങ് ഹാർഡായിട്ട് മസാജ് ചെയ്യാതെ വളരെ പതുക്കെയായിട്ട് മസാജ് ചെയ്യാം. സ്ക്രബിന് പകരമായിട്ട് ഞാൻ നിങ്ങളോടും പറയുന്നത് ഓട്സിന്റെ പൊടി അല്ലെങ്കിൽ നവരയുടെ പൊടി. ഇപ്പോൾ കോലർക്ക് നവരയുടെ പൊടി കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സ്ക്രബിന് പകരമായിട്ട് അത് ഉപയോഗിച്ചാൽ മതി.
നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഡ്രൈ സ്കിന്നറാണെന്നുണ്ടെങ്കിൽ തൈരിലോ പാലിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് അത് സ്ക്രബിംഗ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം സ്ക്രബിംഗ് മതി. ഇനി അത്ര ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ സ്ക്രബ് ചെയ്യാം. അല്ലാത്ത ദിവസം നിങ്ങൾ വളരെ ലൈറ്റ് ലെയർ ആയിട്ട് പാക്കാക്കി അപ്ലൈ ചെയ്യുക. ആ ഉണങ്ങി വരുന്ന സ്റ്റേജിൽ നന്നായിട്ടൊന്ന് വാഷ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഡ്രൈ സ്കിന്നുകാരുടെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോർമൽ സ്കിൻ കെയർ റൂട്ടീൻ ആണ്. നോർമൽ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങൾ 2 സ്കിൻ കെയർ റൂട്ടീനും കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാം ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ സ്കിന്ന് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ തൈര് ഉപയോഗിക്കാം, പാല് വേണമെങ്കിൽ പാല് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ചില അലർജി ഉള്ള സാധനങ്ങളുണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്താൽ മാത്രം മതി. രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളൊന്ന് ബാത്ത് പൗഡർ ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്യാം. ബാത്ത് പൗഡർ എന്ന് ഞാൻ പറയുന്നത് ഫേസ് വാഷ് പൗഡറും കൂടെയാണ്. അപ്പോൾ ഞാൻ ആ ടൈറ്റിൽ ബാത്ത് പൗഡർ എന്ന് കൊടുത്തുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ ഷെയർ ചെയ്തല്ലോ, അതായത് ഉലുവ, ചെറുപയർ, ഉഴുന്ന്, ഈ കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൗഡറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചു വെച്ചിട്ട് അത് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാം. ടോണറായിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ ഉലുവയുടെ വെള്ളമോ നിങ്ങൾക്ക് ടോണറായിട്ട് അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എല്ലാവർക്കും തന്നെ ചെയ്യാം കേട്ടോ കഞ്ഞിവെള്ളം നിങ്ങൾക്കൊരു നല്ല ടോണറാണ്. അപ്പോൾ അത് ടോണറായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ അറിയേണ്ടത് എന്താ, സ്ക്രബിങ് നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് സ്ക്രബിങ് ചെയ്താൽ മതി. ഓട്സോ അല്ലെങ്കിൽ നവരയുടെ പൊടിയോ നിങ്ങൾക്ക് സ്ക്രബിങ് ആയിട്ട് ഉപയോഗിക്കാം. എക്സാക്ട് പറയുവാണെങ്കിൽ നോർമൽ സ്കിന്നുകാരും ഡ്രൈ സ്കിന്നുകാരും ഒക്കെ ഒരുപോലെ അങ്ങ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതിന്റെ കൂടെ അപ്ലൈ ചെയ്യാവുന്നില്ല. ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെല്ലാം തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഭയങ്കര ഭാഗ്യവതികളുമാണ് ഈ നോർമൽ സ്കിൻ കിട്ടിയ ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ കെയർ ചെയ്യാം. ഒരു എന്താ പറയുക, സാധാരണ എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, എല്ലാവരും പറയുന്ന ഒരു റൂട്ടീൻ ഉണ്ടല്ലോ. ക്ലെൻസ് ചെയ്യുക, ടോണർ അപ്ലൈ ചെയ്യുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, സ്ക്രബിങ് വീക്ക്ലി ചെയ്യുക, പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പോൾ ഈ പാക്ക് ആക്കിയിട്ടും നമ്മുടെ ബാത്ത് പൗഡർ തന്നെ ഉപയോഗിച്ചാൽ മതി. ബാത്ത് പൗഡറിന്റെ കൂടെ നിങ്ങൾക്ക് തൈരോ പാലോ കുക്കുംബർ ജ്യൂസോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ ചില പാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് കുറച്ച് ഒരു ഓയിൽ കണ്ടന്റ് കൊടുക്കുക, തൈരും കൂടെ ആഡ് ചെയ്യാം. തൈര് ഓവറായിട്ടൊക്കെ ആഡ് ചെയ്യാതിരിക്കുക. ഓവറായിട്ട് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും സ്കിൻ ഭയങ്കരമായിട്ട് ഓയിലി ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അതിന്റെ കണ്ടന്റ് കുറച്ച് കൊടുത്താൽ മാത്രം മതി. വേറെ ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ഇരിക്കും കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോമ്പിനേഷൻ സ്കിന്നുകാരെ കുറിച്ചിട്ടാണ്. കോമ്പിനേഷൻ സ്കിന്നുകാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ടീ സോൺ ആണ് നിങ്ങൾ വളരെയധികം കെയർ ചെയ്യേണ്ടത്. ആ ടീ സോൺ ഭാഗത്ത് വളരെ ഓയിലി ആയിട്ടിരിക്കും. അപ്പോൾ ആ ഓയിലി ആയിട്ടുള്ള ഭാഗത്ത് നിങ്ങൾ നല്ല രീതിയിൽ ഓയിൽ കണ്ടന്റ് കളയുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബാത്ത് പൗഡർ തന്നെ ഉപയോഗിക്കുക. അതിൽ കുറച്ച് ഓട്സും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ഓട്സിന്റെ പൊടി പൊടിച്ചു വെച്ചിട്ട് ഈ ഒരു ടീ സോൺ ഭാഗത്ത് മാത്രമായിട്ട് ആ ഓട്സിന്റെ പൊടി ഉപയോഗിക്കുക. നോർമൽ സ്കിന്നോ ഡ്രൈ സ്കിന്നോ ആണ് നിങ്ങളുടെ ഈ ഒരു ചീക്സിന്റെ സൈഡിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ബാത്ത് പൗഡർ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഉപയോഗിക്കാം. അതായത് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. അതായത് ഓയിൽ അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും കടലപ്പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓട്സിന്റെ പൊടി ഉപയോഗിക്കാം. ഇത് ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് ആ ഒരു ഓയിൽനെസ് കംപ്ലീറ്റ് നന്നായിട്ട് വാഷ് ഓഫ് ചെയ്യുക. ഈ ഒരു ഭാഗത്തായിരിക്കും നിങ്ങളുടെ ഒന്നുകിൽ നോർമൽ സ്കിൻ ആവും അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആവും. അവിടെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പൗഡർ ഉപയോഗിച്ച് കഴുകാം കേട്ടോ. അപ്പോൾ തൈര് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഓയിലുള്ള ഭാഗത്ത് തൈര് പാല് ഇങ്ങനത്തെ സാധനങ്ങൾ ഓയിലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. ഇപ്പം കോമ്പിനേഷൻ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് ഓയിൽ അധികം ആക്കാതെ ഈ ഭാഗത്ത് മാത്രം മസാജ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്, അത്രയേ ഉള്ളൂ. ഓയിലി സ്കിന്നുകാരോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓയിലി ആയിട്ടുള്ള ഭാഗത്ത് ഭയങ്കര ഡ്രൈയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. ഈ ഡ്രൈ ആയിട്ടുള്ള ഭാഗത്ത് കുറച്ച് എന്തെങ്കിലും ഒരു ക്രീം ബേസോ ഒരു മോയ്സ്ചറൈസിങ് ബേസോ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ പോലെ ഫേസ് വാഷ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ടോണറിന് പകരമല്ല ടോണറായിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ ഫെനുഗ്രീക്ക് വാട്ടറോ ഒക്കെ ഉപയോഗിക്കാം, നല്ലതാണ്. ഇനി നമ്മൾ അറിയേണ്ടത് എന്താണ്, മോയ്സ്ചറൈസിങ്ങിനെ കുറിച്ചിട്ടാണ്. മോയ്സ്ചറൈസിങ് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ഏതാണോ നോക്കുക. ഇവിടെ ഡ്രൈ സ്കിൻ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ച് ക്രീം ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ബയോട്ടിക്കിന്റെ ഒക്കെ മോയ്സ്ചറൈസർ നല്ലതാണ് കേട്ടോ, മോർണിംഗ് നെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ലതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ഇത് ഞാൻ ബ്രാൻഡിങ് പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ കംഫർട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമുക്ക് മോയ്സ്ചറൈസറിന് ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ.
ഞാൻ കുറച്ച് കാലമായിട്ട് വാങ്ങി കൂട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നല്ല ബ്രാൻഡ് ഏതാണെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഭാഗമാണ് നിങ്ങൾ കെയർ ചെയ്യേണ്ടത്. ഈ ഭാഗം നോർമലാണോ ഡ്രൈ ആണോ നോക്കുക. നോർമലാണ് ഡ്രൈ ആണ് എന്തായാലും കുഴപ്പമില്ല. ആ ഭാഗത്ത് നിങ്ങൾ കുറച്ച് നോർമൽ സ്കിൻ ആയാലും ഡ്രൈ സ്കിൻ ആയാലും കേടോ പാലോ അങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ള പാക്കുകളും കാര്യങ്ങളും ഉപയോഗിക്കുക. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ ഈ തൈരോ പാലൊന്നും കൂടെ അല്ലെങ്കിൽ കുറച്ച് ഓയിലൊന്നും ഉപയോഗിക്കാണ്ട് കുറച്ച് പാക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഡ്രൈ ആയി മാറുക ചെയ്യുക. അതുപോലെ തന്നെ പാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ മൂക്കിന്റെ ഭാഗത്ത് ഓയിലും സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടുള്ള പാക്കുകൾ ഈ ഭാഗത്ത് ഉപയോഗിക്കാതിരിക്കുക. അവിടെ നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്ക്രബ് ചെയ്യുന്ന സമയത്തൊക്കെ ഡ്രൈ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് മാത്രം ടീ സോണിൽ നിങ്ങൾ ചെയ്താൽ മതി. ബാക്കിയുള്ള ഭാഗത്ത് ഈ രീതിയിൽ നിങ്ങൾ കെയർ ചെയ്യുക. ആഴ്ചയിൽ ഒരു ദിവസം സ്ക്രബ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്താണ്, വീക്കിലി ഒരു 3 ദിവസമൊക്കെ പാക്ക് ഉപയോഗിക്കാം. ഈ ചീക്സ് ആണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചീക്സ് നോക്കിയിട്ട് വേണം നിങ്ങൾ പാക്ക് സെലക്ട് ചെയ്യാനായിട്ട്. ടീ സോണിന്റെ ഭാഗം ഓയിൽ വരുന്ന സമയത്ത് ഓയിൽ കണ്ടന്റ് അടങ്ങിയ സാധനങ്ങളൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. അതാണ്. അപ്പൊ അതാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നു, ടോണർ അപ്ലൈ ചെയ്യുന്നു. ഇനി നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നു. മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോൾ നോർമൽ ആണോ ഡ്രൈ ആണോ നോക്കുക. അതിന് പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഈ ഭാഗത്ത് ഉപയോഗിക്കുക. ഈ ഭാഗത്ത് അലോവേര ജെല്ല്. ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി അലോവേര. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഭാഗത്ത് അലോവേര ജെല്ല്, ഈ ഭാഗത്ത് അങ്ങനെ. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ വല്ലാണ്ട് വറീഡ് ആവണ്ട. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് ഈ ഭാഗത്ത് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം ക്രീംസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുക. മൂക്കിന്റെ ഭാഗം ഒഴിവാക്കുക. മേക്കപ്പ് ചെയ്യുമ്പോഴല്ല കേട്ടോ ഞാൻ പറയുന്നത്. മേക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് കുറച്ച് പൗഡർ നന്നായിട്ട്, കോമ്പാക്ട് പൗഡർ ഒക്കെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഒലിച്ചിറങ്ങി വരില്ല. ഈ ഭാഗത്ത് ചെയ്യുന്ന സമയത്ത് കോമ്പാക്ട് പൗഡർ ഇടാതിരിക്കുക. ഈ ഭാഗത്ത് മാത്രം കോമ്പാക്ട് പൗഡർ, ടീ സോൺ ഭാഗത്ത് മാത്രം കോമ്പാക്ട് പൗഡർ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൻസിറ്റീവ് സ്കിന്നുകാരുടെ കാര്യമാണ്. ഈ സെൻസിറ്റീവ് സ്കിന്നുകാരെന്ന് പറയുമ്പം എല്ലാം അലർജി ആയിരിക്കുമല്ലോ. അവർക്കൊന്നും പറ്റില്ല. ഇപ്പം വീട്ടിലിരിക്കുന്ന ഒരു തക്കാളിയുടെ നീരായിക്കോട്ടെ, പൊട്ടറ്റോന്റെ നീരായിക്കോട്ടെ, ഒന്നും പറ്റില്ല. കുറച്ച് പാല് തേച്ച് കഴിഞ്ഞാലും പ്രശ്നം, തൈര് തേച്ചാലും പ്രശ്നം ഒക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം തേച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവുന്നില്ല കേട്ടോ. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് വർക്ക് ആവാണ്ടിരിക്കില്ല. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വർക്ക് ആവുന്നത്, ഇപ്പോൾ കുക്കുംബർ ആയിക്കോട്ടെ, പൊട്ടറ്റോ ജ്യൂസ് ആയിക്കോട്ടെ, എന്ത് ജ്യൂസാണോ നിങ്ങൾക്ക് പറ്റുന്നതെന്ന് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചിട്ട് അത് മാത്രം നിങ്ങൾ റൂട്ടീനായിട്ട് കൊണ്ടുപോകുക. ഇടയിലിടയിൽ പലതും പരീക്ഷിച്ച് എക്സ്പെരിമെന്റ് നടത്താൻ നിൽക്കരുത് നിങ്ങളുടെ സ്കിന്നിനകത്ത്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ റിയാക്ഷൻസ് വരിക, റാഷസ് വരിക, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് വരിക. അപ്പം എപ്പോഴും അത് ശ്രദ്ധിച്ചാൽ മതി. എന്ത് കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സെൻസിറ്റീവ് സ്കിന്ന് കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഒന്നും പറ്റില്ല. അപ്പോൾ ഒരു പൊടി അടിച്ചാൽ പ്രശ്നം, റാഷസ് വരിക, ചൊറിച്ചിൽ വരിക, തിണർത്ത് വരിക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെച്ചാൽ വെയിലത്തൊക്കെ പുറത്തൊക്കെ ഇറങ്ങി പോയില്ലേ, പുറത്തൊക്കെ ഇറങ്ങി പോകുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കാം. സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കുക. വെച്ചാൽ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ട് അതിന്റെ പുറത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കാം. അപ്പൊ എന്താ വെച്ചാൽ ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിന് അത്ര അങ്ങോട്ട് പ്രശ്നം വരില്ല. ഈ കാരണം മോയ്സ്ചറൈസറിന്റെ മുകളിൽ ഒരു ക്രീം നമ്മൾ ബേസ് ആയിട്ട് കൊടുത്ത് അതിന്റെ മുകളിലാണല്ലോ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾ എപ്പോഴും മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിനാവുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളും സൈഡ് എഫക്ട്സ് ഒന്നും കാണില്ല. അല്ലാണ്ട് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഓരോരുത്തർ പറയും അത് നല്ലതാ, ഇത് പറയുന്നത് നല്ലതാണെന്നൊക്കെ, ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ. അപ്പോൾ അത് കേട്ടിട്ട് തന്നെ പോയി പരീക്ഷിക്കാൻ നിൽക്കരുത്. നമ്മുടെ സ്കിന്നിന് പറ്റിയ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചതിന് ശേഷം അത് നമ്മൾ ഫോർ എവർ ആ ഒരു ബ്രാൻഡിനെ മാത്രം നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് പോവുക. അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കുറേ ബ്രാൻഡുകൾ തപ്പി പോകുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നിങ്ങളുടേത് സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ചെറുപയർ പൊടിയോ കടലപ്പൊടിയോ ഉലുവയും ഉഴുന്നും കൂടി പൊടിച്ചിട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഫേസ് വാഷിന് പകരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇറിറ്റേഷൻ ഉണ്ടോ, ചൊറിച്ചിലുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് പോവാം. ടോണറായിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോഴും ഞാൻ പറയുന്നു, ചിലർക്ക് റോസ് വാട്ടർ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ ഇപ്പം അധികം പെർഫ്യൂംഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് മാർക്കറ്റിൽ വരുന്നത്. ശരിക്കും അതിന് റോസ് അതിനകത്ത് ഉണ്ടോ എന്ന് പോലും ദൈവത്തിനറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതിൽ കാര്യമില്ല. അപ്പോൾ കഴിയുന്നതും വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് റോസ് പെറ്റൽസ് എടുത്ത് വെള്ളം തിളപ്പിച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരു മാസം വരെ ഫ്രിഡ്ജിൽ കേടാവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമുക്കിനിപ്പോൾ സ്മെല്ലിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. സ്മെല്ല് വേണമെങ്കിൽ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ചേർത്താലും മതിയാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു റോസ് വാട്ടർ ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ പറയുമ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ വളരെ
നിങ്ങളുടെ സ്കിൻ സെൻസിറ്റീവ് ആണെങ്കിൽ പോലും ആ സെൻസിറ്റീവിലും ഉണ്ടാവും എന്തെങ്കിലും ഓയിലി സ്കിൻ ആണോ, ഡ്രൈ സ്കിൻ ആണോ, നോർമൽ ആണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഓയിലി സ്കിന്നാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഓയിൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ അവോയ്ഡ് ചെയ്യുക. ജെൽ ബേസ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ല് പോലുള്ളത് എന്തെങ്കിലും മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കാം. ഡ്രൈ സ്കിന്നാരും നോർമൽ സ്കിന്നാരൊക്കെ ആണെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നാടൻ തേൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. നല്ല കിഡിലൻ മോയ്സ്ചറൈസർ ആണ്, നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. പിന്നെ സ്ക്രബിങ് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസമാണ്. സ്ക്രബിങ് ചെയ്യുമ്പോൾ വളരെ ജെന്റിലായിട്ട് ചെയ്യുക. നിങ്ങളങ്ങ് ഒന്ന് അമർത്തിയൊക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റാഷസ് ആയിട്ട് വരും, സ്കിൻ പെട്ടെന്ന് ഡാമേജ് ചെയ്യും. വളരെ നേരത്തെ സ്കിന്നായിരിക്കും ഈ സെൻസിറ്റീവ് സ്കിന്നുകാരുടെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്തിട്ട് വേണം എന്ത് പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ സ്ക്രബ് ചെയ്യുമ്പോഴും പാക്ക് ഉപയോഗിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ പാക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ ഡ്രൈ സ്കിന്നുകാരോട് പറഞ്ഞിരുന്നു, ഒരുപാട് ഡ്രൈ ആയി വലിഞ്ഞു മുറുക്കി വരുന്ന നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. കുറച്ച് സമയം കഴിഞ്ഞാൽ ഉണങ്ങുന്ന സ്റ്റേജിൽ നന്നായിട്ട് വാഷ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് തന്നെ നിങ്ങൾക്ക് നൈറ്റ് സ്കിൻ കെയർ ആയിട്ടും മോർണിംഗ് സ്കിൻ കെയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ആ ഒരു റൂട്ടീൻ നിങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു സെൻസിറ്റീവ് സ്കിന്നുകാരോട് പറയാനുള്ളത്. അങ്ങനെ നമ്മൾ പറഞ്ഞ് ലാസ്റ്റ് സ്കിൻ ടൈപ്പ് എത്തിയിട്ടുണ്ട്. അതായത് ഓപ്പൺ പോസ് ഒക്കെ ഉള്ള സ്കിൻ ഉള്ളവർ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ നിങ്ങൾ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അധികം മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബാത്ത് പൗഡർ ഒക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ വളരെ ഫൈനായിട്ട് പൊടിച്ച് അരിപ്പയിലേക്ക് ഇട്ട് അടിച്ച് അങ്ങനത്തെ ഒരു ഇത് യൂസ് ചെയ്യാവുള്ളൂ. കാരണം ഫേസ് വാഷ് ഉപയോഗിക്കുമ്പം അതൊരിക്കലും ഒരു സ്ക്രബിങ് ആയിട്ട് മാറരുത്. അപ്പോൾ സ്ക്രബിങ് ഒരു പ്രോസസ്സിങ് അവിടെ വീക്ക്ലി വൺസ് നടക്കുന്നു, ഡെയിലി നമ്മൾ സ്ക്രബ് ചെയ്യുന്നു, ആ രീതിയിൽ വരാണ്ടിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ പോസുള്ള ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോസ് ഒന്ന് ക്ലോസ് ആവാനാണ് ശ്രമിക്കേണ്ടത്. സ്ക്രബിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന സമയത്ത് പോസിന്റെ വലുപ്പം കൂടി വരിക ചെയ്യുക. അപ്പം നിങ്ങൾ അതിന് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ആ പോസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ചെറുതാക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ് എഗ് വൈറ്റ് മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എഗ് വൈറ്റ് മാസ്ക് നിങ്ങൾക്ക് വീക്ക്ലി ട്വൈസ് ഒക്കെ ഉപയോഗിക്കാം. അപ്പം നമുക്കതൊന്ന് ഇങ്ങനെ അതിങ്ങനെ എന്താ പറയുക, അത് ഷ്രിങ്കായി വരും. പിന്നെ ഓപ്പൺ പോസ് ഉള്ളവർക്ക് വേണ്ടി ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ടോണറായിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കാം കേട്ടോ ടോണർ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ പോസ് ഒന്ന് റെഡ്യൂസ് ആവാനായിട്ട്. വീട്ടിലൊക്കെ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഈ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം അത് ഉണങ്ങുന്ന സമയത്ത് എഗെയിൻ അങ്ങനെ ഒരു 3-4 തവണയൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിപ്പോയി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന ഉടനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അപ്പോൾ മേക്കപ്പ് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ നന്നായിട്ട് ഫേസ് കഴുകുക. ഈ പോസിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ചളിയൊക്കെ, അപ്പോൾ അതൊക്കെ അടിഞ്ഞുകൂടി പിന്നെന്താകും, അത് കുരുക്കളൊക്കെ ആയി മാറി ആകെ പ്രശ്നമാവും. അപ്പോൾ അത് വരാതിരിക്കാൻ നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എഗ് വൈറ്റ് മാസ്ക് ഉപയോഗിക്കുമ്പോൾ അതൊന്ന് ടൈറ്റ് ആയിട്ട് വരും. പിന്നെ നമുക്ക് ഐസ് ക്യൂബ് മസാജ് നല്ലതാണ്. ഐസ് ക്യൂബ് മസാജ് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ ഈ പോസൊക്കെ ഒന്ന് റെഡ്യൂസ് ആവാൻ നല്ലതാണ് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേരയ്ക്ക് നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് ആവുന്ന അലോവേരയോ അല്ലെങ്കിൽ തക്കാളിയോ അങ്ങനെ പൊട്ടറ്റോ ജ്യൂസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വെച്ച് ഐസ് ക്യൂബ് ആക്കി വെച്ചിട്ട് ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഡെയിലി ബേസിലൊക്കെ ഐസ് ക്യൂബ് മസാജ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓൾട്ടർനേറ്റീവ് ഡേ ആക്കുക. അപ്പോൾ ഒരു 31 ഡേയ്സ് അല്ലെങ്കിൽ 41 ഡേയ്സ് ഒക്കെ റെഗുലറായിട്ട് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ അതിങ്ങനെ റെഡ്യൂസ് ചെയ്ത് വരാം. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഐസ് ക്യൂബ് മസാജ് ഒക്കെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ആ ഒരു പോസ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ക്ലൻസിങ് മിൽക്കൊക്കെ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ക്ലൻസിങ് മിൽക്കൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഫേസിലുള്ള എന്താ പറയുന്നത് മേക്കപ്പ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ പെട്ടെന്ന് എടുത്തിട്ട് ഫുൾ റിമൂവ് ചെയ്യുക. നന്നായിട്ട് റിമൂവ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ആ പോസിൻ്റെ ഉള്ളിൽ ഒന്നും മേക്കപ്പിൻ്റെ ഒരു കണ്ടന്റ് പോലും കുടുങ്ങി നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ പാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ പോസുള്ള ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ടൈറ്റൻ പാക്കുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൾട്ടാണി മിട്ടി നല്ലൊരു പാക്കാണ് ഈ പോസ് ഉള്ള ആൾക്കാർക്ക്. കാരണം അത് ടൈറ്റൻ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പോസ് ഉള്ള ആൾക്കാർക്കിലും തന്നെ എന്താവും, ഓയിലി സ്കിൻ ഉണ്ടാവും, ഡ്രൈ സ്കിൻ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ അധികം കണ്ടിടത്തോളം ഓയിലി സ്കിന്നുകാരായിരിക്കും ഈ പോസ് ഉള്ളവർ. അപ്പോൾ ഓയിലി അടങ്ങിയിട്ടുള്ള തൈര്, പാല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാക്കിൽ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് റോസ് വാട്ടറിൻ്റെ കൂടെയോ അരി കഴുകിയ വെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളത്തിൽ നിങ്ങൾ, അല്ലെങ്കിൽ ഉലുവയുടെ വെള്ളം, ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലും വെള്ളത്തിൽ പാക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ബാത്ത് പൗഡർ തന്നെ നിങ്ങൾക്ക് പാക്കായിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുൾട്ടാണി മിട്ടി കടലമാവൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പാക്ക് എന്ന് പറയുമ്പോൾ മുൾട്ടാണി മിട്ടി ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ പോസ് റെഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പാക്ക് ഉപയോഗിക്കുക.
പിന്നെ സ്ക്രബിങ്ങിന് പകരമായിട്ട് സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഓട്സ് പൊടിച്ച പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. പോസുള്ള ഭാഗത്ത് അമർത്തി സ്ക്രബ് ചെയ്യാതിരിക്കുക, ഒരുപാട് മസാജ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വലുതാവുകയുള്ളൂ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്കിൻ ടൈപ്പിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് മനസ്സിൽ വെച്ചിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വെച്ചാൽ ചോദിച്ചോളൂ കേട്ടോ. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാനൊരു ഡോക്ടറിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ നമുക്ക് എന്താണ് ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ദിസ് ഇസ് അദര സൈനിങ് ഓഫ്. ടേക്ക് കെയർ.